ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 7 ഷോർട്ട് ഹാൻഡ് മാത്ത്. ഇതിൽ പേജ് നമ്പർ 98ലെ പ്രോബ്ലംസാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഡു ദി ഫോളോയിങ് പ്രോബ്ലംസ് മെൻ്റലി. താഴെ തന്നിരിക്കുന്നവ മനക്കണക്കായി ചെയ്യുക. ഫസ്റ്റ് വൺ, 49 + 125 + 75. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 49 പ്ലസ് ബ്രാക്കറ്റിൽ 125 + 75. 49 പ്ലസ് ഈ 125ഉം 75ഉം ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 200. അപ്പം 49 + 200. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 249. സെക്കൻഡ് പ്രോബ്ലം, 3½ + 8 3/4 + 1/4. ഇതെങ്ങനെ ആഡ് ചെയ്യാം? 3½ അല്ലേ, 3½ പ്ലസ് ബ്രാക്കറ്റിൽ 8 3/4 + 1/4. അത് ആഡ് ചെയ്യണം. ബ്രാക്കറ്റിലുള്ളത് ഫസ്റ്റ് ആഡ് ചെയ്യണം. 8 3/4 അപ്പോൾ എത്രയാണ്? 9 അല്ലേ, 9. 3½ + 9 = 9ഉം 3½ കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 12½ അല്ലേ, 12½. അടുത്തത് 15.5 + 0.25 + 0.75. 15.5 പ്ലസ് ബ്രാക്കറ്റിൽ നമുക്ക് 0.25 + 0.75 എന്ന് എഴുതാം. അപ്പം 0.25ഉം 0.75 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 1. അപ്പോൾ 15.5 + 1 എത്രയാണ് ആൻസർ? 16.5. നെക്സ്റ്റ് വൺ, 38 + 27. ഇത് നമുക്കറിയാം, 38ഉം 27ഉം ആഡ് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് ഇങ്ങനെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ 38ഉം ഈ 27 നമുക്ക് ഇങ്ങനെ എഴുതാം, 2 + 25. 25ഉം 2 ആഡ് ചെയ്യുമ്പോഴാണല്ലോ 27. അപ്പോൾ അങ്ങനെ എഴുതാം. എന്നിട്ട് അതിനെ 38 + 2 ബ്രാക്കറ്റിൽ എഴുതാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് +25. 38ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 40. 40 + 25 = 65. നെക്സ്റ്റ് 136 + 64. അപ്പോൾ 64നെ നമുക്ക് 4 + 60 എന്ന് എഴുതാം. അപ്പോൾ എന്നിട്ട് 136 + 4 അത് ബ്രാക്കറ്റിൽ +60 വെളിയിൽ എഴുതണം. ഇനി 136ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 140. 140 + 60 എത്രയാണ് ആൻസർ? 200. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 135 - 73 - 27. ഇതെങ്ങനെയാണ് ചെയ്യുക? 135 മൈനസ് എഴുതാം. ബ്രാക്കറ്റിനുള്ളിൽ ഈ 73 - 73 അത് ബ്രാക്കറ്റിനുള്ളിൽ പോകുമ്പോൾ +73 ആവും. അതാണ് അതിന് സൈനൊന്നും ഇടണ്ട, പ്ലസ്സിന്. അതാണ് 73. എന്നിട്ട് ആ -27 ബ്രാക്കറ്റിനുള്ളിൽ പോകുമ്പോൾ +27 ആകും. അപ്പോൾ 135 മൈനസ് ബ്രാക്കറ്റിലുള്ളത് ആഡ് ചെയ്യുമ്പോൾ 100 ആണ്. 73 27 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 100 ആണ്. അത് എഴുതുക. അപ്പോൾ 135 - 100 എത്രയാണ്? 35. അടുത്തത് നോക്കൂ. 37 - 1½ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, -½ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ബ്രാക്കറ്റിനുള്ളിൽ നിന്നും 37 മൈനസ് വെളിയിലെടുക്കുക. അപ്പോൾ 37 മൈനസ് എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ -1½ + 1½ ആവും. -½ ബ്രാക്കറ്റിനുള്ളിൽ പോകുമ്പോൾ +½ അപ്പോൾ ആ 1½ ഹാഫും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 2 അല്ലേ. അപ്പോൾ 37 - 2 = 35. നെക്സ്റ്റ് പ്രോബ്ലം, 298 - 4.5. അത് വിത്തിൻ ബ്രാക്കറ്റാണ്. -3.5 ബ്രാക്കറ്റിന് വെളിയിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 298 മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ ഈ -4.5 ബ്രാക്കറ്റിനുള്ളിൽ പോകുമ്പോൾ +4.5 -3.5 ബ്രാക്കറ്റിനുള്ളിൽ വരുമ്പോൾ +3.5. ഇനി ബ്രാക്കറ്റിനുള്ളിലുള്ള 4.5ഉം 3.5ഉം ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 8. 4.5ഉം 3.5ഉം ആഡ് ചെയ്യുമ്പോൾ 8. അപ്പോൾ 298 - 8 അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 210.
90. നെക്സ്റ്റ് വൺ 78 മൈനസ് 29. ഇതിൽ നമുക്ക് 29നെ സ്പ്ലിറ്റ് ചെയ്യാം. 28 പ്ലസ് 1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 78 മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ 28 പ്ലസ് 1. 29 അങ്ങനെയാണല്ലോ, 28 പ്ലസ് 1 അല്ലേ 29. ഇനി നമുക്കിത് ബ്രാക്കറ്റിൽ നിന്ന് വെളിയിലെടുക്കാം. അപ്പോൾ 78 മൈനസ് 28 പ്ലസ് 28 ആണ് ബ്രാക്കറ്റിനുള്ളിൽ. അപ്പം അത് ബ്രാക്കറ്റിന് വെളിയിലാക്കുമ്പോൾ മൈനസ് 28 പ്ലസ് 1 ബ്രാക്കറ്റിന് വെളിയിലാക്കുമ്പോൾ മൈനസ് 1. ഇനി ആൻസർ എത്രയാണ്? 49. 78ൽ നിന്നും 28 മൈനസ് ചെയ്യുമ്പോൾ 50 ആണ്. 50ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 49. ലാസ്റ്റ് വൺ 140 മൈനസ് 51. 140 മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ ഈ 51 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ 50 പ്ലസ് 1. ഇനി ബ്രാക്കറ്റിൽ നിന്ന് വെളിയിലെടുക്കുക. അപ്പോൾ 140 മൈനസ് പ്ലസ് 50 അല്ലേ, അപ്പോൾ അത് മൈനസ് 50 വെളിയിൽ എഴുതുമ്പോൾ പ്ലസ് 1 ബ്രാക്കറ്റിന് വെളിയിലാക്കുമ്പോൾ മൈനസ് 1. ഇനി 140ൽ നിന്നും 50 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്? 90. 90 മൈനസ് 1 എത്രയാണ്? 89 ആണ് ആൻസർ.